പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ഏത് കോളേജിൽ എവിടെയാണ്, ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നുള്ള കാര്യം ഇവിടെ കൃത്യമായിട്ട് കാണാവുന്നതാണ്. ഈ ഒരു വിദ്യാർത്ഥിക്ക് ആദ്യമായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 930 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 1850 രൂപയുമാണ് അഡ്മിഷൻ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഫീ പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നൽകിയിട്ടുണ്ടാവും എന്നാണ് നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് എന്ന്. 19 മുതൽ 22 വരെയുള്ള ഡേറ്റുകളിലാണ് ഷെഡ്യൂൾ പ്രകാരം അഡ്മിഷൻ എടുക്കേണ്ടത്. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ അഡ്മിഷനായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല എങ്കിൽ കോളേജുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് സ്ഥിര അഡ്മിഷൻ മാത്രമാണ് സാധ്യമാവുക. അതായത് ഫീ പേയ്മെൻറ്റ്, ബാക്കിയുള്ള ഫീ പേയ്മെൻറ്റ് നടത്തി എല്ലാ ഡോക്യുമെൻറ്റ്സുകളും നൽകി അവിടെ ജോയിൻ ചെയ്യുക. വ്യത്യസ്ത കോഴ്സുകൾക്ക് 2000 രൂപ മുതൽ 5000 രൂപ വരെ ഫീസ് വരുന്നതാണ്. കൂടാതെ PTA ഫണ്ടും അതിൻ്റെ കൂടെ നിങ്ങൾ നൽകേണ്ടി വന്നേക്കാം. അതേസമയം സെൽഫ് ഫിനാൻസ് കോളേജിലാണ്, സെൽഫ് ഫിനാൻസ് കോഴ്സുകളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചത് എങ്കിൽ വ്യത്യസ്ത കോഴ്സുകൾക്ക് 10000 രൂപ മുതൽ 25000 രൂപ വരെ ഓരോ സെമസ്റ്ററിലും ഓരോ 6 മാസവും നിങ്ങൾ ഫീസ് നൽകേണ്ടി വരും. നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെയാണ് എങ്കിൽ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഉയർന്ന ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്, ഒന്നാമത്തേതിലല്ല, ഏതെങ്കിലും 2, 3, 5 അങ്ങനെയുള്ള ഏതെങ്കിലും ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക അഡ്മിഷനും എടുക്കാവുന്നതാണ്. താൽക്കാലിക അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സുകളും അവിടെ നൽകിയാൽ മതിയാകുന്നതാണ്. ഫീ പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷനുകൾ കൂടുതൽ ഉണ്ട് എങ്കിൽ അവ ഡിലീറ്റ് ചെയ്യാൻ, ഒഴിവാക്കാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും. താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്നവർക്ക് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോഴ്സിലേക്കോ കോളേജിലേക്കോ ലഭിക്കുകയാണ് എങ്കിൽ അവിടേക്ക് മാറി ജോയിൻ ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണ്. ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി അഡ്മിഷനായിട്ട് കോളേജിൽ നൽകേണ്ട ഡോക്യുമെൻറ്റ്സുകൾ ഏതൊക്കെ എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ റെസിപ്റ്റുകൾ, അതായത് അപ്ലൈ ചെയ്തതിൻ്റെ റെസിപ്റ്റ്, അതുപോലെ തന്നെ അഡ്മിഷൻ ഫീ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നൽകിയിട്ടുള്ള അഡ്മിഷൻ ഫീസിൻ്റെ റെസിപ്റ്റ് കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒന്ന്, അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ പ്രിൻ്റ് എടുക്കേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ കൈവശം ഒറിജിനൽ TCയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കേണ്ടതാണ്. കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 6 മാസം മാത്രമാണ്. 6 മാസത്തിന് മുൻപുള്ളത് ആണ് എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറെ കണ്ട് പുതിയ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടതാണ്. പിന്നെ എല്ലാവരുടെയും കൈവശം SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ആവശ്യത്തിന് അത് മതിയാകുന്നതാണ്. പിന്നെ +2 സർട്ടിഫിക്കറ്റ് വേണം. ഈ വർഷം +2 പാസ്സായവർക്ക് ഒറിജിനൽ ഇതുവരെയും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് ഓൺലൈൻ കോപ്പി കൈവശം കരുതുക. പിന്നെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആപ്ലിക്കേഷനിൽ ക്ലെയിം ചെയ്തിട്ടുണ്ട് എങ്കിൽ NSS, SPC, NCC എന്നിവ അങ്ങനെ എന്തെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒറിജിനലും കോപ്പിയും കൈവശം കരുതുക. പിന്നെ ഏതെങ്കിലും റിസർവേഷൻ പ്രകാരമാണ് അഡ്മിഷൻ ലഭിച്ചത് എങ്കിൽ അതിൻ്റെ രേഖ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിഭാഗം വിദ്യാർത്ഥികളുടെ കൈവശം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. OBC അതുപോലെ OEC വിഭാഗം വിദ്യാർത്ഥികളുടെ കൈവശം NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് EWS റിസർവേഷൻ പ്രകാരമാണ് ലഭിച്ചത് എങ്കിൽ EWS സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി കേരള യൂണിവേഴ്സിറ്റിയിൽ തേർഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ, ഇതുമായെല്ലാം ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവർക്കും നന്ദി, നമസ്കാരം.